എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സാധിച്ചാൽ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കണം. കാരണം പൊതുജനങ്ങൾ അറിയേണ്ട വിവരങ്ങളെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് ലോകം അസ്ഥിരതയിലേക്ക് ആണോ നീങ്ങുന്നതെന്ന് നാം ഇപ്പോൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ലോകം സമാധാനത്തിന് പകരം ലോകം ഇന്ന് കാണുന്നത് യുദ്ധഭീഷണിയുടെ പശ്ചാത്തലമാണ്. ഇവിടെ സമാധാനം എന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് പ്രായോഗികമായിട്ടില്ല. ഇത് നാം മനസ്സിലാക്കണം. നമ്മൾ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഒരു യുദ്ധ സാഹചര്യമോ ഭീഷണിയോ ഇല്ല. മറിച്ച് ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ സ്ഥാനങ്ങളിലും പറന്നെത്താൻ സാധിക്കുന്ന രീതിയിലുള്ള മിസൈൽ സംവിധാനങ്ങളുടെ മുകളിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ ഒരു മിസൈൽ വരാനോ ഒരു എയർ അറ്റാക്ക് വരാനോ വലിയ താമസമുണ്ട്. നിമിഷം മതി. അതെല്ലാം അപ്രതീക്ഷിതമായിരിക്കും. നാം ഇപ്പോൾ നടക്കുന്ന യുദ്ധമേഖലയിൽ നിന്നും അത്ര വിദൂരതയിലൊന്നും അല്ല. ഇവിടെ നമ്മുടെ ഓരോ ജീവിത ശൈലിയിലും ഇവിടെ പ്രകടമാകുന്നത് പലരും ഇന്ന് ലോകത്ത് നടക്കുന്ന ഈ ജിയോ പൊളിറ്റിക്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അത്ര ശ്രദ്ധിക്കാറില്ല. ഇവിടെ ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നു. വളരെ ബുദ്ധിമുട്ട് ഈ കഠിനമായ ചൂടിനെയും കാലാവസ്ഥയും അവഗണിച്ചുകൊണ്ട് ഒരു ഇലക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ നമ്മളെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നാം അതിനെല്ലാം വോട്ടും കഴിഞ്ഞു. ഇപ്പോൾ ലോകത്ത്, അതായത് ഗൾഫ് നാട്ടിൽ നടക്കുന്ന യുദ്ധത്തിനേക്കാളും ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണ്. വെറും ബാലിശമായ ഒരു യുദ്ധമാണ്. ജയിച്ചു, വോട്ടുകളെല്ലാം പെട്ടിയിലായി. 4-ാം തീയതി കഴിഞ്ഞ് ചിന്തിക്കുന്ന ഒരു കാര്യത്തിനായി ഇപ്പോഴേ തമ്മിത്തല്ലുന്ന ഒരു പരിപാടി പാർട്ടിക്കാർ തുടങ്ങിയിരിക്കുകയാണ്. ആര് മന്ത്രിയാകണം, ഞാനാകണം, അവരാകണം, അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അതുകൊണ്ടാണ് ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത്. അന്തരീക്ഷം മൊത്തം അത് മാത്രമേ ഉള്ളൂ. മറിച്ച് നമ്മുടെ ഇന്നത്തെ നമ്മുടെ സുരക്ഷിതത്വം എത്ര കണ്ട് അപകടത്തിൽ ആയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് ഇന്നലെ തന്നെ കാണാൻ സാധിച്ചതാണ്. ഒരു ബാറിൻ്റെ ഉള്ളിൽ ഒന്നിച്ചിരുന്ന് മദ്യപിച്ച് ഒരുത്തനെ ചെറിയൊരു ഒരു കാണത്തിൽ സഹോദരന്മാർ ചേർന്നൊരുത്തനെ മൃഗീയമായി തല്ലിക്കൊല്ലുന്ന ഒരു കാഴ്ചയാണ്. ഇതാണ്, ഈ ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതിന് അങ്ങനെയുള്ള ബാർ സംവിധാനങ്ങളും ആവശ്യത്തിൽ കഴിഞ്ഞ് പ്രവർത്തിക്കുന്ന സംവിധാനത്തിനും ഉള്ളൊരു സാഹചര്യം സൃഷ്ടിച്ച ഇന്നലത്തെ ഗവൺമെൻറ്റിന് നമ്മൾ ഏത് രീതിയിൽ വിലയിരുത്തണമെന്ന് നമുക്കറിയില്ല. ഇനി ഈ സാഹചര്യം ഇനി വരുന്ന ഗവൺമെൻറ്റിൻ്റെ വശത്തു നിന്നും അവർ ഉണ്ടാകരുത്. ദയവ് ചെയ്ത് ഏറ്റവും കൂടുതലായി നമുക്ക് പ്രധാനമായി ചിന്തിക്കുക, ഇപ്പോൾ സ്കൂൾ ഹോളിഡേകളാണ്. പലരും പല ടൂർ പ്രോഗ്രാം, ഫാമിലി അടക്കം ഒക്കെ പോണ്. ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ എങ്കിൽ തന്നെയും ഒന്ന് ചിന്തിക്കേണ്ടത്, ഇപ്പോഴത്തെ എക്കണോമിക് കണ്ടീഷൻ വളരെ മോശമാണ്. ശരിക്കു പറഞ്ഞാൽ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വരെ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലോട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ ഡീസലും പെട്രോളും ഒക്കെ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നാളെ അത് കിട്ടാത്ത സാഹചര്യവും ഉണ്ടാകും. അപ്പോൾ അന്ന്
ആ ദിവസങ്ങളെയും നമ്മുടെ യാത്രകളൊക്കെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ട്രെയിനിങ് എടുക്കേണ്ട ഒരു സമയം കൂടിയാണിത്. അതിനെക്കുറിച്ചും ചിന്തിക്കുക. ഇപ്പോൾ കിട്ടുന്ന ക്യാഷ് കൊണ്ട് മൊത്തം പെട്രോൾ അടിച്ച് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് പെട്രോളിന് എത്രയും കൂടുതൽ ചിലവഴിക്കുന്നതിലല്ല ഇപ്പോൾ കാണേണ്ടത്. മറിച്ച് ഉള്ളതിന് റിസർവേഷൻ ചെയ്യുക, അത് റിസർവ് ചെയ്യുക. കാരണം ഇപ്പോൾ പെട്രോൾ സ്റ്റേഷനുകളിൽ പെട്രോൾ ഉണ്ടെങ്കിലും അത് ട്രക്കിൽ വന്ന് അവർക്ക് കിട്ടെങ്കിൽ മാത്രമേ നമുക്ക് സപ്ലൈ നടത്താൻ പറ്റൂ. അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ ഉപയോഗം വളരെ കർക്കശമായി നിയന്ത്രിക്കുക. യാത്രകൾ മാക്സിമം ഒഴിവാക്കുക. ആവശ്യത്തിന് മാത്രം നമ്മുടെ യാത്രകൾ ഉണ്ടാക്കുക. ഇനി അത്യാവശ്യം എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ പോകണം. കഴിവതും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നാം വളരെ കൂടിയ ഒരു ചൂടുള്ള കാലാവസ്ഥയാണ് നാം അതിജീവിക്കുന്നത്. അതായത് അന്തരീക്ഷവും നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ചൂടുള്ളൊരു അവസ്ഥയാണ്. രാഷ്ട്രീയവും നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ചൂടുള്ള ഒരു സാഹചര്യമാണ്. നമ്മുടെ ലോകം തന്നെ ഇപ്പോൾ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഒരു യുദ്ധ അന്തരീക്ഷമാണ്. ഇത് നാം എല്ലാം മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒരിക്കൽ കൂടി പറയുന്നു, ചിലവുകൾ ചുരുക്കുക, യാത്രകൾ ചുരുക്കുക. നമ്മുടെ അന്തരീക്ഷം ഒരു യുദ്ധ അന്തരീക്ഷം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. കോടിയിലധികം ആൾക്കാർ ജോലി ചെയ്യുന്ന മേഖലയാണ് ഗൾഫ് നാടുകൾ. അവിടെ പല ബുദ്ധിമുട്ടുകളും ഇപ്പോഴുണ്ട്. അവിടെ ഉള്ളവർ അത്ര കണ്ട് നാട്ടിലുള്ളവരെ അറിയിക്കാനുള്ളൊരു സാഹചര്യമില്ല. അവിടുത്തെ ആൾക്കാരെ ഭീതിപ്പെടുത്തുന്നതും യാഥാർത്ഥ്യമായുള്ള കാര്യങ്ങളും അവർക്ക് പുറം നാടുകളിലോ അവരുടെ ബന്ധുജനങ്ങളിലോ അറിയിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അത് മോണിറ്റർ ചെയ്യുകയാണ്. അതുമൂലം മറ്റുള്ളവർക്ക് ഭീതിജനകമായ ഒരു മൈൻഡ് അവർക്കുണ്ടാകും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ ഗവൺമെൻറ് അവിടെയുള്ള ന്യൂസുകൾ, അവിടെ ഉള്ള മിസൈലിനെക്കുറിച്ചോ മിസൈൽ പതിച്ചതിനെക്കുറിച്ചോ അവിടെ ഉണ്ടാകുന്ന പുകകളെക്കുറിച്ച് അവിടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ചോ അറിയിക്കാൻ ഉള്ള മാർഗം അവർ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അതിനുള്ള പല നിർദ്ദേശങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ദിവസം മുമ്പേ നമ്മുടെ വിഷു കഴിഞ്ഞു. ആ വിഷുവിനും എത്തപ്പെടേണ്ടവർ ആർക്കും എത്തപ്പെട്ടില്ല. പല വീടുകളിലും ആഘോഷകരമായ ഒരു വിഷു ആഘോഷിക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളോടും ഒരിക്കൽ കൂടി പറയുന്നു, നാം മോശമായ ഒരു അന്തരീക്ഷത്തിലാണ്, ഒരു യുദ്ധ അന്തരീക്ഷത്തിലാണ്. നമുക്കിപ്പോൾ കിട്ടുന്ന സൗകര്യങ്ങൾ നാളെ ഇതിന് കിട്ടാത്തൊരു അവസ്ഥയും ഉണ്ടായേക്കാം. അപ്പോൾ ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള ഒരു മനസ്സാന്നിധ്യം നാം ഇപ്പോഴേ ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കണം. രണ്ടാമത്, ഈ കാലാവസ്ഥ, യാത്ര അത്യാവശ്യമുള്ളവർ മാത്രം യാത്ര ചെയ്യുക. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും കഴിവതും ഈ ജങ്ക് ഫുഡും മറ്റും ഉപേക്ഷിക്കുക. കൂടുതൽ വെള്ളം കുടിക്കുക. ആരോഗ്യത്തെ നിലനിർത്തണമെങ്കിലും ഏറ്റവും കൂടുതൽ മാക്സിമം ഓരോ വ്യക്തികളും 2 ലിറ്റർ 3 ലിറ്റർ കുറയാതെ വെള്ളം കുടിക്കേണ്ട ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായി നമുക്ക് ഒത്തിരി അസ്വസ്ഥത അനുഭവപ്പെടും. ഹോസ്പിറ്റലിൽ പോയാലും അത് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ആരോഗ്യകരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. തൽക്കാലം ഇനി പൊളിറ്റീഷ്യന്മാരോട് ഒരിക്കൽ കൂടി പറയുന്നു, ദയവ് ചെയ്ത് നിങ്ങളുടെ മത്സരങ്ങളും അതെല്ലാം നിങ്ങളുടെ പാർട്ടിക്ക് ഉള്ളിലാക്കുക. അത് പബ്ലിക്കിന് ഒരു ന്യൂസൻസായി മാറാതിരിക്കുക. അത് വീണ്ടും ഈ ഭരണത്തിൽ വരാൻ പോണ പാർട്ടിക്കാരോടും ഇനി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്കാരോടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഇവിടെ
ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കരുത്. ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ എല്ലാവരും ശ്രമിക്കണം. അത് ഭരണത്തിൽ വരുന്ന പാർട്ടിയായിരുന്നാലും പ്രതിപക്ഷത്തിലിരിക്കുന്ന പാർട്ടിയായിരുന്നാലും നമുക്ക് ലോകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നല്ല വാർത്തകളല്ല, വളരെ ദുഃഖകരമായ വാർത്തകളാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് നാം എല്ലാത്തിനും കരുതിയിരിക്കുക. ഒരുപക്ഷെ നമ്മളിപ്പോഴുണ്ട സുഖ സൗകര്യങ്ങളിൽ നിന്നും പലതും നഷ്ടപ്പെടേണ്ട അവസ്ഥ ഉണ്ടായേക്കും. അതുകൊണ്ട് ചിലവുകൾ ചുരുക്കുക, യാത്രകൾ കഴിവതും ഒഴിവാക്കുക, കുഞ്ഞുങ്ങളുമായി സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക, കുട്ടികളെ പുറത്ത് ടൂറിനും മറ്റുമുള്ള പോക്കിൽ നിന്നും കഴിവതും നല്ല രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ യാത്രകളിൽ നിന്നും ഒഴിവാക്കുക. ആ സമയം സാധിക്കുന്നത് മാക്സിമം പേരൻസ്, മാതാപിതാക്കളും ഒക്കെ ചേർന്ന് കൂടുതൽ സമയം വീട്ടിൽ ചിലവഴിച്ച് വീട്ടിലെ ശുദ്ധീകരണ പ്രവർത്തനങ്ങളോ മറ്റുമൊക്കെയുള്ള പ്രവൃത്തികളും ചെയ്ത് നമ്മൾ ഏത് സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള ഒരു ശക്തി നമ്മൾ ഉണ്ടാകണം. നാളെ ഇവിടെ എന്തും സംഭവിക്കാം. കാരണം നമ്മളും അപകട മേഖലയിലാണ്. നമുക്ക് നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡും തുമ്പ ISROയും ഒക്കെ നമ്മുടെ ഇവിടെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതുമല്ല, ഇപ്പോൾ വേൾഡ് മാപ്പിൽ വിഴിഞ്ഞം തുറമുഖം വലിയൊരു സ്പോട്ടാണ്. അപ്പോൾ എന്ത് യുദ്ധം നമ്മളെ ആര് ഉപദ്രവിക്കുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സുരക്ഷിതത്വത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗത്ത് നാം ശ്രദ്ധിക്കണം. ഒപ്പം കടലോര മേഖലകളിൽ പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളോട് പറയാണ്, ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥകൾ എന്തെങ്കിലും ബോട്ടുകളോ മറ്റുള്ള ഒരു മൂവ്മെൻറ്റ്സോ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുക. അതിൽ ഒട്ടും അമാന്തത കാണിക്കരുത്. എല്ലാവരും നമ്മുടെ തീരപ്രദേശങ്ങളെല്ലാം മിലിറ്ററി നോക്കിക്കോളും, പോലീസ് നോക്കിക്കോളും, തീരസേന നോക്കിക്കോളും എന്നല്ല, അത് നമുക്കും കൂടെ നോക്കേണ്ട ഒരു ആവശ്യമാണ്. നമ്മുടെ സുരക്ഷിതത്വം കൂടിയാണ്. നാമും ആ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായി ഒരു വീക്ഷണ മനോഭാവം നമ്മളുണ്ടാകണം. ഒരിക്കൽ കൂടി പറയുന്നു, സമാധാനമായി നമുക്ക് സമാധാന അന്തരീക്ഷത്തിനായി ഒരു നിമിഷമെങ്കിലും ഒന്ന് ഈശ്വരനോട് ധ്യാനിക്കണം. നാം ഏത് സാഹചര്യത്തെയും നാം അതിജീവിക്കാനുള്ള ശക്തി ഉണ്ടാകണം. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നിന്നോ നമ്മുടെ ബന്ധുജനങ്ങളിൽ നിന്നോ പലരും ഇന്ന് ഗൾഫ് നാടുകളിലുണ്ട്. അവർക്ക് വീട്ടിലെത്താൻ വയ്യാത്ത അവസ്ഥയാണ്. അവർക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് മതിയായ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളോ ഉള്ളത് തന്നെയാണെങ്കിൽ വളരെയധികം ചാർജസ് കൂട്ടിയ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എല്ലാം സമാധാനപരമായി പര്യവസാനിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.